ഹായ്. ഹായ്. പൂജ ഇവിടെ വെയിറ്റിംഗ് ആണോ? അവള് കുറച്ചു നേരം എത്തിയിട്ട്. Hey bro. Hi guys, are you ready? Yep. 2 minutes. Okay. എന്താടാ ഇത്? ഇവിടെ ബാംഗ്ലൂർക്ക് ഇവിടുന്ന് ജസ്റ്റ് ഫ്യൂ അവേഴ്സ് റൈഡേ ഉള്ളൂ. 2 വീക്സ് കഴിഞ്ഞ് തൻ്റെ ബർത്ത്ഡേ ഇടന്ന് ഞാൻ വരും. നമുക്ക് ലഞ്ച് ഒരുമിച്ച് കഴിക്കാം. ഓക്കെ? ഡാഡിയോട് നമ്മുടെ ബിസിനസ് കാര്യം പറഞ്ഞ് കാശ് വാങ്ങിക്കണം. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് നമ്മുടെ കാര്യത്തിലൊരു നെക്സ്റ്റ് സ്റ്റെപ്പ്, ഐ മീൻ എൻ്റെ ഫാമിലിയുടെ സൈഡിൽ നിന്നൊരു ജസ്റ്റ് ഒരു ഓക്കെ ഫോർ എ നെയിം ചെക്ക്. ഇതെന്താ? പേരൻസിനാ. ആവോ. Hey Naresh. Let's move on. ഓക്കെ പോവാം. വീണ്ടും വീണ്ടും കാണാനേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പിരിയുന്നത് നല്ലതാ. കാശ് കളയാനായിട്ട് പുതിയൊരു ഐഡിയയുമായി വന്നേക്കുവാ. ഫുഡ് ബിസിനസ്. കുറെ നോളജ് ഉണ്ടല്ലോ ഫുഡിനെ കുറിച്ച്. എന്റെ കല്യാണത്തിനായി മാറ്റി വെച്ചേക്കുന്ന കാശിന് ഒരു 10 lakhs ഞാൻ ചോദിക്കുന്നുള്ളൂ. ഇനി നാ വിട്ടടിച്ച അട്ടിക്ക് ഞാൻ 10 ലക്ഷം. എന്താടി നിസ്സാര കാശാണോ? സക്സസ് ആകുമെന്ന് ഉറപ്പുണ്ടോ? അച്ഛാ 100% ഉറപ്പുണ്ടോന്ന്? കഴിഞ്ഞ 2 പ്രാവശ്യം ഞാൻ അങ്ങനെ ചോദിച്ചിട്ടില്ല. ബട്ട് അച്ഛാ ട്രസ്റ്റ് മീ, ദിസ് ടൈം ഐ വിൽ മേക്ക് ഇറ്റ് ഹാപ്പൻ. കുഴപ്പമില്ലല്ലേ? കുഴപ്പമുണ്ടെങ്കിൽ ഞാനിത് വേണു സാറിന് വിൽക്കുമോ? എന്നാ സൈലന്റ് ഒപ്പിടാം. മുകളിലേക്ക് ഇരിക്കും. ആ പ്ലീസ് ഒപ്പിട്ടിട്ട് കേറിയിരുന്നോ? ഹലോ. ഹലോ. 3-4 ദിവസമായി കിട്ടുന്നേ ഇല്ലല്ലോ. നല്ല ബിസിയല്ലേ? നോ പ്രോബ്ലം, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. പിന്നെ ഞാനിപ്പോൾ ഒരു ഹോട്ട് സീറ്റിലായിരിക്കുന്നത്. ഹോട്ട് സീറ്റ്? അത് പാർട്ട്ണറിനോടൊന്ന് പറയാന്ന് വിചാരിച്ചു. നരേഷ്, ഒരു സർപ്രൈസ് ഉണ്ട്. ചുമ്മാ പിങ്കി, താൻ എന്തൊക്കെയായി പറയുന്നത്? I didn't get you. എന്താ സൗണ്ട് വല്ലാണ്ടിരിക്കുന്നേ? വീട്ടിലെന്തെങ്കിലും? Hey, nothing. ഹേ നരേഷ്, ഒന്നിനെ കുറിച്ചും ടെൻഷൻ അടിക്കുകയോ വേണ്ട. കോൺഫിഡൻ്റ് ആയി എൻ്റെ കൂടെ ഉണ്ടായിരുന്നാൽ മതി. പൂജ എന്താ ഇടയ്ക്ക് പറഞ്ഞത്? എന്തോ സർപ്രൈസോ? അത് അവൾ ചുമ്മാ ബർത്ത്ഡേയുടെ കാര്യം ഒന്ന് റിമൈൻഡ് ചെയ്തതാ. ഓക്കെ. ഇനി ജസ്റ്റ് 5 days ഉള്ളൂ. ലഞ്ച് വിത്ത് മീ പ്രോമിസ് ചെയ്തതാ. ഹലോ, എന്തു പറ്റി? ഞാനാ പറയുന്നത്, ബിസിനസിനെ കുറിച്ചാണെങ്കിൽ വരീഡ് ആവണ്ട. 100% വർക്കൗട്ട് ആവും. ഓക്കെ? ഡബിൾ ഓക്കെ ഇല്ലേ? എന്ത് വർക്കൗട്ട് ആവാതിരിക്കാൻ? ആക്ച്വലി നിങ്ങളുടെ ബിസിനസ് പ്ലാൻ വളരെ യുണീക്കാണ്. ഞാൻ പറഞ്ഞ ആലോചിക്കായിരുന്നു, ഈ ഫ്ലൈറ്റിലേക്ക് ഏറ്റവും എക്സ്പെൻസീവ് സീറ്റ്സിന് എഞ്ചിനീയർ ക്ലാസ്ന്നോ ഡോക്ടർ ക്ലാസ്ന്നോ ഒന്നും പറയാതെ ബിസിനസ് ക്ലാസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ബിസിനസ് അറിയില്ല, കാശുള്ളൂ. ഹേ കം ഓൺ. എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ടോ? ബിസിനസ് ആയിട്ടൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ കാശ് ഉണ്ടാക്കാൻ ഒരു ഗംഭീര പ്ലാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. എന്ത്? ആ ബ്ലഡി ഇഡിയറ്റിനെ വീണ്ടും കണ്ടുപിട്ടിയ ദിവസം. മറ്റേ ആ തെണ്ടി ക്ലീറ്റസ് എൻ്റെ ആ വീഡിയോ എടുത്ത് യൂട്യൂബിലിട്ടില്ലേ, ആ പടം മാറി. അടിക്കരുത് ദേവിതാമ്മയുടെ മുമ്പിൽ എന്നെ നാട്ടിക്കരുത് പ്ലീസ്. What happened? Not happen. ആള് മാറി. I mean, he changed the person. You sit in the chair. Okay. നാട്ടിക്കരുത്. തെണ്ടി തരവാ, കൂടെ തരവാ ഞാൻ നിന്നോട് ചെയ്തു. ഇവന് ഇടിക്കാണ്ട് ഇവിടുന്ന് വിടരുത്, ഇല്ലെങ്കിൽ ഞങ്ങൾ ഇടിക്കും. ഉറപ്പാണ്? സംശയം ഉണ്ടോ? ഓഹോ, അങ്ങനെയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറ്റി നിർത്തി അടിക്കുന്നതിൽ വല്ല ബുദ്ധിമുട്ടുണ്ടോ? നീ എന്തൊട്ട് കേടോടാ? ആണല്ലേ. ഞാൻ ആ കോൾ സെന്ററിലെ വെറും ഒരു പ്യൂണല്ലായിരുന്നു. വെറുതെ ഒരു തമാശയ്ക്ക് ഇവൻ്റെ ആ വീഡിയോ എടുത്ത് യൂട്യൂബിലിട്ടു. 1 മാസം കഴിഞ്ഞപ്പോൾ ഒരു മെയിൽ വന്നു, 10,000 രൂപയുടെ ചെക്ക് ഉണ്ട്, വന്ന് വാങ്ങാൻ. ചെക്കോ? എന്തിനു? വീഡിയോ കയറി അങ്ങ് വൈറലായില്ലേ? കാണുന്ന ഓരോ വ്യൂവിനും ലൈക്കിനും ഷെയറിനും അപ്ലോഡ് ചെയ്യുന്ന ആൾക്ക് കാശ് തരുന്ന വിചിത്രമായ ഏർപ്പാട് യൂട്യൂബിനുണ്ടെന്ന് അന്നാ ഞാൻ അറിഞ്ഞ്. ചെക്ക് വാങ്ങാൻ ചെന്ന് ഈ മദാമയെ ഞാൻ പരിചയപ്പെട്ടു. അവരെനിക്ക് യൂട്യൂബിൽ ജോലി വന്നു. അങ്ങനെ ഞാൻ യൂട്യൂബ് ക്ലീറ്റസായി. ഇതാണ് എൻ്റെ ജീവിതം. ഇപ്പൊ ഞങ്ങൾ നിന്നെ തള്ളാവിട്ട നീ എന്ത് തരും? കോമ്പൻസേഷൻ, ക്യാഷ്. ഇതാണ് എൻ്റെ കോൺടാക്ട്. ലൊക്കേഷൻ വാട്സപ്പ് ചെയ്താൽ മാത്രം മതി. കോമ്പൻസേഷനുമായി ഞാൻ എത്തിയിരിക്കും. പിന്നെ എന്ത് കിട്ടും? പിന്നെ സോഷ്യൽ മീഡിയ വഴി കാശുണ്ടാക്കാൻ തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് വഴികളുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരാം.
എങ്ങനെ? ആക്ഷൻ. ലുങ്കി ഉടുത്തു വാ കിറ്റെക്സ്, ലുങ്കി ഉടുത്തു വാ. നിങ്ങൾ കൊള്ളാലോ. എന്തുവാണ് ഇത്? എന്തോന്നാടേ വിശ്വസിക്കാം. 25,000 രൂപ. ഞാൻ പറഞ്ഞ കോമ്പൻസേഷൻ. വൈറൽ വീഡിയോ ആണ് ഇപ്പോഴത്തെ എൻ്റെ വയറ്റിപ്പഴപ്പ്. ചുമ്മാ പ്രാങ്ക് വീഡിയോസ് ഉണ്ടാക്കുന്നു, യൂട്യൂബിൽ എൻ്റെ ഹോൾഡ് ഉപയോഗിച്ച് ഹിറ്റാക്കി ക്യാഷ് അടിക്കും. ഇമാതിരി പൈസ കിട്ടാൻ പരിപാടിയാണ് ഞങ്ങളെ കൂടി പഠിപ്പിച്ച ക്ലീറ്റസേ. എടാ പ്രാങ്ക് വീഡിയോസ് പറഞ്ഞാൽ ഒരുമാതിരി ആളുകളെ പറ്റിച്ച് അലമ്പ് പരിപാടിയാണ്. പക്ഷേ ആൾക്കാരുടെ സഹകരണത്തോടെ ചെയ്ത അങ്ങനല്ല. കണ്ടോ? 80 ലക്ഷം വ്യൂസാ. നമുക്കിത് ചെയ്യാം. ഈ ക്ലീറ്റസ് ചിലപ്പോൾ ഒരു ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസ് ആണെങ്കിലോ ആവാം. കാശ് കിട്ടുമെങ്കിലും ഒന്നുമില്ല, നമ്മൾ ഈ പ്രാങ്ക് വീഡിയോ ചെയ്യുന്നു അല്ലെ? ചെയ്യുന്നു, ഉറപ്പായിട്ടും ചെയ്യും. എങ്കിൽ ഐശ്വര്യമായിട്ട് നമ്മളൊരു ബസ് സ്റ്റോപ്പിൽ തുടങ്ങുന്നു. അപ്പോ എല്ലാവർക്കും എല്ലാം മനസ്സിലായില്ല. 5 മിനിറ്റ് എല്ലാരും ഞാൻ കൊടുത്ത് അഭിനയിച്ച് തകർത്തന്നാ മതി. അവൻ ആള് പുലിയാണ്. അടിക്കണേന്റെ വക്ക് വരെ എല്ലാവർക്കും എത്താം. പക്ഷെ ദൈവത്തോർത്ത് ആരും അടിക്കരുത്. അടിച്ചാലാ അടിച്ച പരിപാടി വിജയിച്ചു, പക്ഷെ അടിക്കരുത്. ക്യാമറ അപ്പിട്ടുണ്ട്, കണ്ടോ? ഫ്രണ്ട്സാ, ഞാൻ പറയാതെ ആരും ക്യാമറയിലേക്ക് നോക്കാം. ബസ് വരുന്നതിന് മുമ്പ് പരിപാടി അവസാനിപ്പിച്ചോളണം കേട്ടോ. പിന്നെ ഏത് ചെയ്യാനല്ല ഒരു ഇന്റർനാഷണൽ ചാനൽ സിമ്പിൾ ആയിട്ട്. ശരി. ഇത് വേണ്ട, ഇത് വേണ്ട. അയ്യോ, കന്നഡ വരില്ല. ഇത് ആൾക്കാരെ കണ്ടല്ലേ ഒരു രസത്തിന് ഭംഗി. നെയ്മർ ആക്കരുത്, നാച്ചുറൽ ആയിരിക്കണം. അപ്പം ഓൾ ദി ബെസ്റ്റ്. കത്തിച്ച് ചത്തോണം. ഉഷാറായിക്കോളൂ. ഒറിജിനൽ പെട്രോൾ ആണോ? പെട്രോൾ കാര്യം വെച്ച് കത്തിക്കോട്ടെ. കളർ കണ്ടിട്ടാ പച്ചവെള്ളം മറന്നു പോയി. ശരി. എന്തായി? എല്ലാം പറഞ്ഞ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഷൂട്ട് ചെയ്താൽ മാത്രം മതി. പൊള്ളിക്കത്. നിങ്ങളാരും അഭിനയം മറക്കരുതട്ടാ. ഭയങ്കര നാച്ചുറൽ ആയതുകൊണ്ട്. ബ്യൂട്ടിഫുൾ ഫ്രെയിം. 2 ചേച്ചിമാര് വരുന്നുണ്ടോ? രണ്ട് ചേച്ചിമാര് വന്നിട്ട് എല്ലാരും കൂടെ എന്നെ ഇവിടെ നിന്ന് കെട്ടിപ്പിടിച്ചോ. കത്തിക്കലേ കത്തിക്കലേ എന്ന് പറഞ്ഞോട്ടാ. അതാരാണത്? തകർക്കാണല്ലോ. എന്താ നമ്പ് ഡയലോഗടാ. ഇതിൽ പെടും ഞാനായിരുന്നു. കത്തിക്കാനോ? ചേച്ചി തോപ്പം പിടിക്കലോ വഴിയതാ. എവിടേക്ക്? 2 ഹെൽമെറ്റ് വന്നു. ഇതേതാ സ്ക്രിപ്റ്റിലില്ലാത്ത രണ്ടുപേരും. ഇവിടുന്ന് ഏകദേശം എത്ര കിലോമീറ്റർ ആണ് ചേച്ചി? ചേച്ചി പേടിക്കൊന്നും വേണ്ട. ചേച്ചിയുടെ മാലൊന്നും ഏടി പോയിട്ടില്ല. ഇതൊരു TV പരിപാടിയാണ്. നോക്കിയ ക്യാമറ കണ്ടു. അടിപൊളി. എന്റെ കഴുത്ത് നേരിട്ട് വയ്യ, പൊട്ടിട്ടുണ്ടെന്നാ തോന്നണേ. അവന്റെ അമ്മയുടെ TV എന്റെ മാല തടം ഉജ്ജ്വലമായിരിക്കും. പണികളെല്ലാം വെറുങ്ങനെയായി, സ്വപ്നങ്ങളെല്ലാം പെരുവഴിയായി. ഒരു പ്ലീസ് കം. ലേറ്റ് ആയി മനസ്സിലായി എന്തെങ്കിലും ബ്ലോക്കിലോ മറ്റോ പെട്ട് കാണും. എനിക്ക് അങ്ങനെ ആരും ഫോളോ അപ്പ് ചെയ്ത് ശീലമില്ല. പിന്നെ ഇയാള് പറഞ്ഞ അങ്ങോട്ടൊന്ന് വിളിച്ചു നോക്കാം. നമസ്കാരം. അതുകൊണ്ടാ വിളിച്ചത്. അത് നന്നായി. വരൂ. നീ എന്തുവായി ആലോചിച്ച് കൂട്ടുന്നേ? മാറിങ്ങോട്ട്. സുധേ, ചായ എടുക്കാൻ പറഞ്ഞോളൂ. ചേച്ചി എടുത്തോ. ഇതാ വരുന്നു. സോ വിജയ്, എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. ഓക്കെ, ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല എന്നും പറഞ്ഞു. സോ ടെൽ മീ വിജയ്, വാട്ട്സ് യുവർ ഗോൾ? വാട്ട്സ് യുവർ എയിം? സ്വന്തമായിട്ട് എന്തെങ്കിലും ലൈക്ക് ബിസിനസ്. ഗുഡ്. കാലിബർ ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് ഇറ്റ്സ് എ വെരി ഗുഡ് ഐഡിയ. ഓ സോറി, ഞാൻ പരിചയപ്പെടുത്തിയില്ല. ദിസ് ഇസ് മൈ കസിൻ ആൻഡ് ഹിസ് വൈഫ്. വി ആർ ബേസിക്കലി ഫ്രം അടൂർ. അപ്പോ വൈഫ്? വി ആർ സെപ്പറേറ്റഡ്. എനിക്കൊന്നും ഹൈഡ് ചെയ്യുന്ന ഇഷ്ടമല്ല. ഐ ബീൻ ഫ്രാങ്ക് അബൌട്ട് എവറിത്തിങ്. കഴിക്കൂ. ഇവർക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാനുണ്ടെങ്കിലേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറിക്കോട്ടെ. അയ്യോ, അത് വേണോ? അത് വേണോന്നോ? ദാറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. പോയി പരിചയപ്പെടൂ. ചെല്ലു സോനം.
ചെലതാ. റൂമിലൊന്നും കയറണ്ട, ബാൽക്കണിയിലൊന്നും സംസാരിച്ചാൽ മതി. ആ അതെ 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 അതെ. എന്താ ഒരു കൺഫ്യൂഷൻ? ഗോ ഹെഡ്. Your fly is under. സോറി. Sit. സോറി. എന്താ? ഒന്നുമില്ല. അല്ല എന്തോ ഉണ്ട്. ഒന്നുമില്ല. പിന്നെ നീ എന്തിനാ സോറി പറഞ്ഞേ? എന്താ സൂര്യ, ഇങ്ങനെയാണോ നിന്നെ ഞാൻ വളർത്തിയിരിക്കണേ? മുതിർന്നവരോട് സോറി പറയുമ്പോ കാല് തൊട്ട് വന്ദിക്കണ്ടേ? ചെല്ല്, അങ്കിളുടെ കാല് തൊട്ട് വന്ദിക്കേ. അമ്മേ പ്ലീസ്. അതിന്റെയൊക്കെ ആവശ്യം എന്താ? അതെ അതെ. ഞങ്ങൾ അവനെ വളരെ കുലീനമായിട്ടാ വളർത്തിയിരിക്കണേ. എന്തോ തെറ്റ് ചെയ്തോണ്ട് അവൻ സോറി പറഞ്ഞേ. നേരം കളയല്ലേ. ചെല്ലുമോനെ, അങ്ങളുടെ കാല് തൊട്. എന്തിനാ ഇപ്പൊ എന്റെ കാല് പിടിക്കുന്നത്? ഞങ്ങൾ കണ്ടില്ലെങ്കിലും അവൻ എന്തോ തെറ്റ് ചെയ്തു എന്ന് എനിക്ക് മനസ്സിലായി. ചെല്ലുമോനെ, അങ്ങളുടെ കാല് തൊട്ട് വന്ദിക്ക്. ഞാൻ പഠിപ്പിച്ചതൊക്കെ നീ മറന്നോ? സോറി. ഒന്ന് പറയൂന്ന്. എന്റെ അമ്മയ്ക്ക് പ്രാന്താടാ. ചെല്ലുമോനെ. ആ ഇപ്പൊ ഒരാവശ്യമില്ല കേട്ടോ. പിന്നെ അല്ലാണ്ട്. സോറി അങ്കിൾ. എന്റെ ട്രിപ്പ് ഇങ്ങോട്ടപ്പാ. It's all right. It's all right. Sorry. I can manage. All is well. What are you thinking? ഒരു സിഗരറ്റ് വലിക്കാൻ. ഒരു സിഗരറ്റ് വലിക്കാൻ ടെൻഷൻ ആവുമ്പോ. Okay, one second. അല്ല അത് ദാറ്റ്സ് ഓക്കെ. No, that's fine. ഐ ബിലീവ് ഇൻ ആസ്ട്രോളജി. ഐ തിങ്ക് ഇറ്റ്സ് എ സയൻസ്. അതിനാ ഞാൻ ആദ്യം ജാതകം ഫോട്ടോ ഒക്കെ ചോദിച്ചത്. 10ൽ 8 പൊരുത്തം. ഇറ്റ്സ് റിയലി ഗുഡ്. ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അല്ല, പ്രോഗ്രസീവ് ആറ്റിറ്റ്യൂഡ്, എനർജറ്റിക്, എഡ്യൂക്കേറ്റഡ് ആൻഡ് നല്ല തറവാടിത്തൊക്കെ ഉള്ളൊരു പയ്യൻ. അതാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണെങ്കിൽ അവൻ നല്ലൊരു ഓപ്ഷൻ ആണല്ലേ. ഞങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് പറയല്ല, ഞങ്ങളെ വീട്ടിലൊക്കെ പറയുന്നത് ഇവനെക്കാട്ട് പഠിക്കണം എപ്പോഴും. അയ്യോ, അത് കാര്യമായിട്ട് എടുക്കണ്ട കേട്ടോ. അവര് ഫ്രണ്ട്സ് ആയതുകൊണ്ട് അങ്ങനെ പറയുന്നതാ. അവൻ എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയാൻ ഒന്നുമില്ല, ജസ്റ്റ് ആൻ ആവറേജ്. ഐ ലൈക്ക് യുവർ ഫ്രാങ്ക്നെസ്. താങ്ക് യു. എൻ്റെ മോള് കുറച്ച് വീക്കാണ് സ്റ്റഡീസിലൊക്കെ. പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ ഇപ്പോൾ പ്രൈവറ്റായിട്ട് ഷീസ് കണ്ടിന്യൂയിങ് ഹെർ സ്റ്റഡീസ്. അതൊരു 4 months കഴിയും. അത് കഴിഞ്ഞിട്ട് മാരേജിൻ്റെ കാര്യം വി കൻ തിങ്ക് അബൌട്ട് ഇറ്റ്. അല്ല, ബട്ട് ഇഫ് ദേ ലൈക്ക് ഈച്ച് അതർ. Hey. ഹേയ്, അങ്കിള് പൊളിയാണല്ലോ. ഡാഡി വലിക്കാറില്ല. പിന്നെ ഇനിയൊരു കാര്യം ഞാൻ ഫ്രാങ്ക് ആയിട്ട് പറയാം. നിങ്ങൾ ചോദിച്ചില്ല, അത് നിങ്ങളുടെ മാന്യത. എൻ്റേതെല്ലാം എൻ്റെ മോൾക്കാണ്. എൻ്റേതെല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാം. ഓ, ഞങ്ങൾ അതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചിട്ടേ ഇല്ല. അതിലൊക്കെ എന്തിരിക്കുന്നു, ഞങ്ങൾക്ക് നിങ്ങളുടെ മകളെ മാത്രം മതി. പിന്നെ ഈ വീടിരിക്കുന്ന സ്ഥലം എത്ര സെന്റ് വരും? അതൊരു 50 സെന്റ് വരും. അതിലേക്ക് എന്തിരിക്കുന്നല്ലേ. അവര് വന്നല്ലോ. ഭാഗ്യം. യെസ്, കം ഇരിക്കൂ. 5 minutes കൊണ്ട് പരസ്പരം എന്താ അറിയാനല്ലേ? ഒരു സിഗരറ്റ് വലിക്കുന്ന സമയമല്ലേ ഉള്ളൂ. സോ ഞാനൊരു പ്ലാൻ പറയാം. വിജയും സോനവും കൂടെ ഒരു ലഞ്ചിന് പോട്ടെ. ഒരു 3-4 days കഴിഞ്ഞ് മതി. അപ്പോൾ കുറേ കൂടെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനും അറിയാനൊക്കെ കഴിയുമല്ലോ. വാട്ട് യു സേ? അത് നല്ല കാര്യമാണ്, കൊള്ളാം. എന്നാ പിന്നെ നമുക്കിന്ന് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഓ, അങ്ങനെ ആവട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇറങ്ങാം. ഓക്കെ, നൈസ് മീറ്റിംഗ്. സെയിം ഹിയർ. വീണ്ടും ഉടനെ കാണാം. സീ യു യങ് മാൻ. സോ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ആക്ച്വലി വി ആർ മ്യൂസിക് ഡയറക്ടേഴ്സ് ഫ്രം ഇന്ത്യ, കൊച്ചി, പള്ളൂർ, തിരുപ്പതി. ഇൻട്രസ്റ്റിംഗ്. സോ ആഡ് ഫിലിം ജിംഗിൾസ് ഒക്കെ ചെയ്യാറുണ്ടോ? പിന്നെ പോപ്പി കൂടെ, ജോൺസ് കൂടെ, സ്കൂബിയുടെ നിർഭര രാത്രി എക്സെട്രാ നമ്മൾ ചെയ്തത്. അത് കൊള്ളാലോ. ഒരു മിനിറ്റ്. ഇത് ഈ കാലിലെ വളങ്കടി മാറ്റുന്നതിനുള്ളൊരു പ്രോഡക്റ്റ് എൻ്റെ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നതാണ്, ഷൈലാക്ക്. ഇതിനു വേണ്ടി ഒരു ട്യൂൺ ഉണ്ടാക്കാവോ? നല്ല പേര്. അല്ല, നിങ്ങൾ വരുന്നില്ലേ? We are just making the time little more productive. 3172. हाँ 3 डजन आज ही भेज दो. हाँ अच्छा,
അന്ന് അഡ്രസ്സ് മാറി വന്നവരുടെ അഡ്രസ് ഉണ്ടോ? സതീഷ് ഒരു മിനിറ്റ്, അഡ്രസ്സ് മാറി വന്നവരുടെ അഡ്രസ് ഉണ്ടോ? അവർ അഡ്രസ്സ് തെറ്റി വന്നല്ലേ, പിന്നെ അവരുടെ അഡ്രസ്സ് എവിടുന്നാ? ഉണ്ടോ ഇല്ലയോ? അത്യാവശ്യം വല്ലതും ആണോ? തപ്പിയെടുക്കാം. കിട്ടിയാ കൊള്ളായിരുന്നു. എന്താടി കാര്യം? അതൊക്കെ ഉണ്ട്. നീ നിനക്ക് വല്ല ഓട്ടോയിലും പോയാ പോരെ? അയ്യോ, അതൊന്നും എന്തിനാ വെച്ച് നീ നിൽക്കാൻ വെയില് പറ്റില്ല. കൊള്ളുന്നേ? ഹെൽമെറ്റ്. ഇരുചക്രവാഹനം ഓടിക്കുന്നവർ നിർബന്ധമായും ഹെൽമെറ്റ് ധരിക്കണം. വെരി ഫണി. വളങ്കടി മാറാൻ ശൈലപ്പുരട്ടു ശൈലപ്പുരട്ടു വളങ്കടി മാറാൻ ശൈലപ്പുരട്ടു ശൈലപ്പുരട്ടു കടിപ്പാടെ മാറ്റാനായി ഷൈലോക്കെന്റെ കാലിലുണ്ട് ഷൈലോക്കെന്റെ കാലിലുണ്ട് ഷൈലോക്കെന്നും കൂടെയുണ്ട് ഇത് വേണ്ട ഇത് വേണ്ട, ഇത് മറ്റേ മൗഗലിയുടെ പടലട. ഒന്ന് പോടാ, എന്റെ പഞ്ചമം പേരാണ്. പനി 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 കൊല. മിസ്റ്റർ വിജയ്, നീ ഇതൊന്നും കേക്കടില്ലേ? നിന്റെ ഭാവി അമ്മായിപ്പിന് വേണ്ടി ഉണ്ടാക്കണ പാട്ടാണ്. പുള്ളിക്ക് വേറെ പ്രൊഡക്റ്റ് ഒന്നും കിട്ടില്ല മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി. കടി മാറ്റാനുള്ള മരുന്ന്. എന്താണ്? അല്ല, വളങ്കടി മാറ്റാൻ. നീ ഇരുന്ന് മ്യൂസിക് ഉണ്ടാക്കും, ഞാൻ പോയി കഞ്ഞി വെക്കാം. ഓക്കെ വിജയ്, നീ എന്തുട്ടി ആലോചിച്ചോണ്ടിരിക്കണേ? കൊറേ നേരം ആയല്ലോ. എടാ അവളെ ഒരു ഇത് ടെമ്പോ 4x4. ആ അച്ഛാ. ഓ, ഫാമിലി ഡ്രാമ. ഞാനിപ്പോ പോവാം. ശരി അച്ഛൻ. ആ സാറിനെ കണ്ടിട്ട് ഒത്തിരി ആയല്ലോ. അങ്കിളില്ലേ? ഉണ്ട് ചെല്ലല്ലേ അങ്കിളെ. ആ താനോ? അച്ഛൻ കുറെ തവണ ഫോണിൽ ട്രൈ ചെയ്തെന്ന് പറഞ്ഞു, അങ്കിളിനെ കിട്ടിയില്ല. അതുകൊണ്ട് തിരക്കുള്ളതുകൊണ്ടല്ലേ ഫോൺ എടുക്കാത്ത? സൗകര്യമുള്ളപ്പോൾ ഞാൻ തിരിച്ചു വിളിക്കും, അതാണല്ലോ പതിവ്. കുറച്ചധികം കാശ് അച്ഛന് കൊടുക്കാനില്ലേ? അത് കിട്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് പറയാൻ അച്ഛൻ വിളിക്കുന്നത്. ഓഹോ, അപ്പൊ എന്നെ ന്യായം പഠിപ്പിക്കാൻ വന്നാ? ഞാൻ കാശ് കൊടുക്കാനുണ്ടെന്ന് തെളിവ് വല്ലതും ഉണ്ടോ? അങ്കിള്, ഞാനൊരു ആർഗ്യുമെന്റിന് വന്നതല്ല. അച്ഛൻ്റെ അന്നത്തെ ആക്സിഡന്റിന് ശേഷം വീട്ടിലെ കാര്യങ്ങൾ മൊത്തം കയ്യിൽ നിന്ന് പോയ അവസ്ഥയില. ഞാൻ പറയാതെ തന്നെ അങ്കിളിന് അറിയാലോ, 10-80 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കിപ്പോ കോടികളെക്കാൾ വലുതാ. പിടിപ്പില്ലാണ്ട കാശ് കൊണ്ട് കളഞ്ഞിട്ട് ഞാൻ എവിടുന്ന് എടുത്തിട്ട് തരാനാ? 5-6 വർഷം ഒരുമിച്ച് ബിസിനസ് ചെയ്തു, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇപ്പൊ ഇത്ര മര്യാദയ്ക്ക് സംസാരിക്കുന്നത്. അങ്ങനെ പറഞ്ഞെന്ന് അച്ഛനോട് പറഞ്ഞാൽ മതി. ആ വേണേലൊരു 5000-10,000 മേടിച്ചോ, പക്ഷേ അതൊരു സ്ഥിരം കലാപരിപാടി ആക്കല്ല്. കാലമാടനാന്ന് അറിയത്തില്ലയോ സാറേ? ആരെ പറ്റിക്കണമെന്ന് ആലോചിച്ച രാവിലെ എഴുന്നേക്കുന്നത് തന്നെ. ഞാൻ ഇന്ന് രാവിലെ അച്ഛനോട് ചോദിച്ചേ ഉള്ളൂ നിങ്ങളുടെ അഡ്രസ്സ് ഉണ്ടോന്ന്. ഐ തിങ്ക് ഐ ഹാവ് എ പ്ലാൻ. അന്ന് ചോദിച്ചില്ലേ നമ്മൾ തമ്മിൽ എന്തെങ്കിലും കോമൺ ഫാക്ട്സ് ഉണ്ടോന്ന്? ഉണ്ട്. നമുക്ക് 2 പേർക്കും ആവശ്യം ക്യാഷാണ്. തൽക്കാലത്തേക്ക് നിർത്തിവെച്ച എൻ്റെ ഫുഡ് ട്രക്ക് ബിസിനസ് ഇല്ലേ, അത് പൊടിയൊട്ടി എടുത്താലോ? വിജയ് ഫുഡ് സെക്ഷൻ നോക്കുകയാണെങ്കിൽ വി ക്യാൻ റോൾ അപ്പ് ദിസ് ബിസിനസ്. വാട്ട് ഡു യു തിങ്ക്? അത് ശരിയാവില്ലടോ. ആ കല്യാണം ഏതാണ്ട് ഓക്കെ ആയി. അന്ന് അവിടെ നിന്ന് കാണാൻ പോയില്ലേ അവര്? പരസ്പരം ഇഷ്ടമായോ? ഫാമിലീസിന് ഓൾമോസ്റ്റ് ഓക്കെ. അതിനവരല്ലല്ലോ ഒരുമിച്ച് ജീവിക്കേണ്ടത്. ആ കുട്ടിയുടെ അച്ഛനും എന്തോ വലിയ ബിസിനസ്സാണ്. ഞങ്ങളുടെ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് അറിഞ്ഞിട്ടും അവര് പ്രൊസീഡ് ചെയ്യാൻ റെഡിയാണ്. അപ്പൊ കുടുംബത്തിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പെൺവീട്ടുകാരുടെ കാശ് നോക്കിയിട്ട് ഒരു കല്യാണം അല്ലേ? വെരി സാഡ്. അയാളെ കുറ്റം പറയാൻ പറ്റത്തില്ല. മകളെ കെട്ടാൻ പോകുന്നത് കൊള്ളാവുന്ന ഒരുത്തനാവണമെന്ന് ഏതൊരു അച്ഛനും ആഗ്രഹിക്കുന്നല്ലേ. മഹാഭാരത യുദ്ധത്തില് എതിർവശത്ത് സ്വന്തം അമ്മാവനായ ഭീഷ്മരെ കണ്ട് പ്രയാസപ്പെട്ട് നിൽക്കുന്ന അർജുനന്റെ അടുക്കലേ കൃഷ്ണൻ പറഞ്ഞത് എന്തുവാ? യുദ്ധത്തില് ശങ്കിച്ചു നിന്നുകൂടാ, അമ്പെയ്യാൻ തീരുമാനിച്ച ആ നിമിഷം എതിരിക്കണമെന്ന. അതിന്റെ അർത്ഥം എന്തുവാ? സ്വന്തം അമ്മാവന്റെ തലവെട്ടി അങ്ങോട്ട് മാറ്റണമെന്നൊന്നുമല്ല. ഒരു തീരുമാനമെടുത്താൽ അത് നടപ്പിലാക്കാൻ 1 സെക്കൻഡ് പോലും വൈകരുതെന്ന. എടാ, നീ ഇപ്പൊ ഏതായാലും ആ പൗർണമി ഒന്ന് പോയി കാണാം. എന്നിട്ടേ ബിസിനസ് ചെയ്യാൻ സമ്മതമാണെന്ന് അങ്ങ് പറ. नहीं भैया, आप लोग जितना तंगवा बोल रहे हैं वो बहुत ज्यादा है. नहीं मैडम, हमने वैसे बहुत ही कम ही बोला है. आप तो कुछ करो ना आपकी तरफ से प्लीज मैडम. मैं आपको 2 दिन में बता देंगे. अच्छा ठीक है मैडम. क्या
भाईजान तुम तो 1000 रुपए तो कम कर ആഹാ सकते वो बुलाएगा यार നല്ല ഐശ്വര്യമാണല്ലോ. ഇതാ ഇപ്പൊ ഒരു ഷെഫിനെ അപ്പോയിന്റ് ചെയ്തേ ഉള്ളൂ. അപ്പോയിന്റ് ചെയ്തു? പിന്നെ ഞാൻ വിളിച്ചപ്പോൾ വരാൻ പറഞ്ഞതിന് ചുമ്മാ ഇയാൾക്കൊന്നും ഓക്കെ അല്ല, ചുറ്റുമുള്ള ഒന്നിനോടും താല്പര്യമില്ല. ഫാദറിനോട് ബിസിനസ് എന്തോ ഏറ്റെടുത്ത് നടത്താൻ പോവാന്നൊക്കെയല്ലേ പറഞ്ഞേ. എന്നിട്ടിപ്പോ എന്തു പറ്റി? അത് ചോദിക്കാൻ വിളിച്ചേ. ഓ, വിളിച്ചെടുത്ത് ഇൻസൾട്ട് ചെയ്യാൻ നോക്കിയത്. ഹലോ, ബിസിനസ് ചെയ്യാൻ ഏറ്റവും ആവശ്യമേ ക്ഷമയാണ്, അതറിയാവോ? ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മാർക്കറ്റിംഗ് ഒക്കെ ഞാൻ തന്നെ നോക്കിക്കോളാം. ഫുഡ് ട്രക്കിന്റെ മെയിൻ്റനൻസ്, പർച്ചേസ്, കുക്കിംഗ് റിലേറ്റഡ് കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യാവോ? അങ്ങനെയാണെങ്കിൽ നാളെ മോർണിംഗ് ഷാർപ്പ് 9 AM ജോലികൾ തുടങ്ങണം. മറ്റേ ആ മ്യൂസിക് ഡയറക്ടേഴ്സിനെയും കൂടി വിളിച്ചോളൂ. വേറെ ഫ്രണ്ട്സ് ആരും ഇല്ലല്ലോ ഹെൽപ്പ് ചെയ്യാൻ. ഓൾറെഡി ഒരു കാറ്ററിംഗ് കമ്പനി ഏൽപ്പിച്ചതാ. പിന്നെ ബെസ്റ്റ് ഫ്രണ്ട് ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ആദ്യത്തെ വർക്ക് നമ്മൾ തന്നെ കൊടുക്കണം എന്ന് വളരെ നിർബന്ധം. അതുകൊണ്ടാണ്. ആക്ച്വലി ഞങ്ങൾക്ക് കേറ്ററിംഗ് പ്ലാൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതെ, ആദ്യത്തെ ബിസിനസിന്റെ കൂടെ ഞങ്ങൾ പുതിയ പ്ലാനും കൂടെ തന്നില്ലേ. സോ ദാറ്റ്സ് ഓൾ. ഐ ട്രസ്റ്റ് യു. താങ്ക്സ്. ഇംപ്രസ് എവരിവൺ വിത്ത് ഡെലീഷ്യസ് ഫുഡ്. ഷുവർ അങ്കിൾ, വി വിൽ. ഓക്കേ. അങ്കിൾ എന്നെ ഒന്ന് ലൈബ്രറിയിൽ ഡ്രോപ്പ് ചെയ്യണം. പിന്നെന്താടാ? അങ്കിൾ ഇത് വിജയ്, പിങ്കിയുടെ പാർട്ട്ണറാ. ഇതെന്റെ അങ്കിൾ. ഹായ് ജെന്റിൽമാൻ. ഹലോ സർ. സീ യു ടുമോറോ. ടുമോറോ? ഓക്കേ. നാളെ കാണാം. നാളെ? ഹേ, അതേതാ ജെന്റിൽമാൻ? നമ്മുടെ ഒഫീഷ്യൽ ലോഞ്ച് ആവുന്നതിന് മുന്നേ ഫസ്റ്റ് ഓർഡർ കിട്ടി. കേറ്ററിംഗ് ആണ്, ട്രയലായിട്ട് കൂട്ടിയാൽ മതി. എക്സ്പീരിയൻസ് ആയിക്കോട്ടെ. കേറ്ററിംഗ് നമ്മുടെ പ്ലാനിലില്ലല്ലോ. ഏതാ ക്ലച്ച് പിടിക്കുന്നതെന്ന് ആർക്കറിയാം? ഇങ്ങോട്ട് വന്നേല്ലേ, ബിഗ് ഇവന്റ് മാനേജറാണ്. പക്ഷെ നാളെ രാവിലെ 11 മണിക്ക് ഫുഡ് അവിടെ എത്തണം. ബട്ട് നാളെ എന്ന് പറയുമ്പോൾ മെനു ഒക്കെ മെനു ഒന്നുമില്ല, അതിനൊക്കെ മെയിൻ കേറ്ററിംഗ് കമ്പനി വേറെയുണ്ട്. നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ടേഴ്സിന്റെ ഓർഡർ മാത്രമേ ഉള്ളൂ. സോ റിസ്ക് എടുക്കണ്ട. ഏതെങ്കിലും നല്ല ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്ത് അങ്ങോട്ടേക്ക് എത്തിച്ചാൽ മാത്രം മതി. ഞാനവിടെ ഉണ്ടാവും. വണ്ടിയിൽ ഡീസൽ അടിക്കാൻ മറക്കരുത്. എവറിത്തിങ് ഷുഡ് ബി പെർഫെക്റ്റ്. എന്നാലും ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്യുന്നത് ഞാൻ കുക്ക് ചെയ്താൽ പോരെ? ജസ്റ്റ് സ്റ്റാർട്ടേഴ്സ് അല്ലേ? വിജയ്, 24 hours പോലും ഇല്ല ഇവന്റിന്. വെറുതെ എന്തിനാ ടെൻഷൻ? എങ്ങനെ എലിഗന്റ് ആയിട്ട് സെർവ് ചെയ്യാന്ന് ആദ്യം പഠിക്കും. ഓക്കെ. എണീറ്റ് എനിക്ക് 75,000. മാർജിൻ ഉണ്ടോ? ഒരു 20,000. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് സ്റ്റാർട്ടേഴ്സ്. ദാറ്റ്സ് എ ഗുഡ് വൺ. അപ്പോൾ ഞാൻ പോയി പ്ലാനിങ് തുടങ്ങട്ടെ. See you. This is the first goal opening. Match ചെയ്യുന്നത് ഇന്ത്യയുടെ സ്വന്തം റോഷൻ. നിങ്ങളിത് കാണുക. ഈ ഭൂഗോളത്തിൽ this man is called genius of cricket. ട്രൈൽ ബോൾ ആണെങ്കിൽ ചേട്ടൻ അതിനകത്ത് എത്ര വീശടിച്ചേ? ആദ്യം കൊള്ളിക്കടിച്ചല്ലേ, കൊള്ളിച്ചടിച്ച് അപ്പുറത്ത് വരാം. ചേട്ടൻ ധോണി ട്രൈൽ ബോൾ കളിക്കുന്ന കണ്ടിട്ടുണ്ടോ? കോഹ്ലി ട്രൈൽ ബോൾ കളിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഞങ്ങളെ കോഹ്ലിനും ധോണിനെ പോലെ ഡെയിലി കളിച്ചിറക്കണമാരല്ല. ഞങ്ങൾ മ്യൂസിക് ഡയറക്ടേഴ്സ് ആണ്. വി ആർ മ്യൂസിക് ഡയറക്ടർ. വി മേക്ക് മ്യൂസിക്. പോയി കോളിടാ. ചലെ പോയി. എറിയടാ, 3 സ്റ്റമ്പും തെറിപ്പിക്കാം. വീണ്ടും ഫസ്റ്റ് ബോൾ. നോക്കിയേ, ആദ്യത്തെ അഡ്വാൻസ്. ഒരു ഹെൽപ്പ് വേണം. വാ. ഹെൽപ്പ് ഒന്നുമില്ല, കളിയുണ്ട്. ഓ, അപ്പോ എന്റെ ചെലവില് നീയൊന്നും ബിയർ അടിക്കുന്നില്ല? ഓഹോ, പ്രലോഭനം കി ബാരെ മേ. പിങ്കി, ഒന്ന് വേഗം വന്നേ. എന്തു പറ്റി? വേഗം വാ. എന്താ? ചേച്ചിയോട് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. ചേച്ചി എന്തായി ചെയ്യുന്നേ? പൊടി അമ്മ എണീക്കും. ചേച്ചി ഇതൊന്നും ശരിയല്ല. എനിക്കേ ഇതുകൊണ്ട് 2 മാസത്തെ EMI അടയ്ക്കാം. ചേച്ചി പ്രായമായ അമ്മയാണ്. അതെ, അത് തന്നെ. പ്രായമായ അമ്മയ്ക്ക് എന്തിനാ സ്വർണം? പൈസക്കൊക്കെ ഒരുപാട് ആവശ്യമുണ്ടടി. ചേച്ചി പ്ലീസ് അത് കൊണ്ടുപോകരുത്. ഇവിടുത്തെ കാര്യത്തിൽ നീ ഇടപെടണ്ട ചേച്ചി. വിടരുത്. മരിക്കാൻ കിടക്കുന്ന ആൾക്കല്ലേ മാലേ മളി. നാളെ എല്ലാവരും ഫുഡ് കഴിച്ച് ഹാപ്പി ആയി കഴിയുന്ന നേരത്ത് എല്ലാവരും പിങ്കിയെ വന്ന് അപ്രീഷിയേറ്റ് ചെയ്യും. എന്നിട്ടൊന്ന് പറയും, പിങ്കി ദ സ്റ്റാർട്ടേഴ്സ് വർ സോ അമേസിംഗ്, സോ എക്സ്ട്രാ ഓർഡിനറി. അപ്പൊ നീ പറയും
ഞാനൊരു സത്യം പറയട്ടെ, ഇത് ഞാൻ ഓർഡർ ചെയ്ത് പറ്റിയതല്ല, ഞാൻ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് കുക്ക് ചെയ്താണ് അല്ലേ? അപ്പൊ അവള് പറയും ഓ മൈ ഗോഡ് വിജയ് യു ആർ സോ സ്വീറ്റ് ആൻഡ് സോ ബ്യൂട്ടിഫുൾ ആൻഡ് ആൻ അമേസിംഗ് ഷെഫ്. ദേ ഞാനിത് ഫുൾ ഉണ്ടാക്കി പാക്ക് ചെയ്ത് കഴിയണവരെ ഉറങ്ങണമെന്ന് മാത്രം എൻ്റെ അടുത്ത് പറയും. പറയില്ല. കമോൺ പിടി. വേണ്ട അടിക്കേ, എനിക്ക് വേണ്ട. എന്നാൽ ഞാനൊരു സത്യം പറയട്ടെ, ഞാൻ താൽക്കാലികമായിട്ട് കള്ളുകൂടി നിർത്തി. എന്താടാ എടാ വീട്ടിലെ പരിപാടികളൊക്കെ ഒന്ന് സെറ്റിൽ ആവണവരെ കുറച്ച് സീരിയസ് ആയില്ലെങ്കിലേ ചിലപ്പോ നൈസായിട്ട് പണി പാടും. അത് ഞാനേ നാളത്തെ ലൊക്കേഷൻ മാപ്പ് വാട്സാപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് കിട്ടി, എനിക്ക് അറിയാവുന്ന സ്ഥലമാണ്. പിന്നെ ഏത് ഹോട്ടൽ ഓർഡർ കൊടുത്തേക്കുന്നേ? ഹോട്ടൽ കാസിലോ. അയ്യോ അത് ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ? എന്നാ ഓക്കെ ശരി. അപ്പൊ എന്നാ നാളെ കാണാം. നേരത്തെ ഉറങ്ങിക്കോ. പിന്നെ രാവിലെ വരുമ്പോ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങണേ. ആദ്യത്തെയാണ്. ഓക്കെ ശരി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ലക്ഷ്മീകാന്തം കമലനയനം യോഗി ഹൃദ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. എന്റെ തിരുവാർമല കൃഷ്ണ. ഞാൻ കുറെ നേരമായിട്ട് ട്രൈ ചെയ്യായിരുന്നു. നോട്ട് റീച്ചബിൾ എന്നൊക്കെയാ പറയുന്നേ. നോട്ട് റീച്ചബിൾ? ആ അതെ. എണീറ്റപ്പോ എന്നൊന്ന് വിളിക്കായിരുന്നു. ഞാനേ റെഡിയാക്കുന്നതിന്റെ തിരക്കില്. ഇറ്റ്സ് ഓക്കെ. എല്ലാം റെഡിയല്ലേ? എവിടെ എത്തി? ഞാൻ പുറപ്പെട്ടു. പുറപ്പെടുന്നു. പുറപ്പെട്ടില്ലേ ഇതുവരെ? ഇനി 1 മണിക്കൂറില്ലേ? പെട്ടെന്ന് എത്തും. നോക്കൂ നല്ല ട്രാഫിക് ഉണ്ടാവും. ഇപ്പൊ പുറപ്പെട്ടില്ലെങ്കിൽ നമ്മൾ വിചാരിച്ച സമയത്ത് അവിടെ എത്തിക്കാൻ പറ്റില്ല. സ്റ്റാർട്ടേഴ്സ് ആണ് സെർവ് ചെയ്യുന്നത്. ഒരു 5 മിനിറ്റ് പോലും ലേറ്റ് ആവാൻ പറ്റില്ല. ഇല്ല ലേറ്റ് ആവില്ല. എനിക്കറിയാം. എണീക്കണം. എടാ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. എടാ ആകെ 10 രൂപ ബോക്സേ ഉള്ളൂ. ഒന്ന് എടുത്തു വെച്ചാ. ഹായ് പിങ്കി. ഹലോ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എല്ലാം റെഡി അല്ലേ? ഓൾ സെറ്റ്. അകത്ത് ബാപ്റ്റിസം തുടങ്ങിയാൽ പിന്നെ 15 മിനിറ്റ് എടുക്കും. ഷാർപ്പ് 11 നമ്മൾ സ്റ്റാർട്ടേഴ്സ് സെർവ് ചെയ്യണം. അങ്കിൾ ട്രസ്റ്റ് മീ എവറിത്തിങ് വിൽ ബി പെർഫെക്റ്റ്. പിന്നെ പിങ്കി ഈ ഇവന്റ് നന്നായിട്ട് ചെയ്താ 4-5 മിനിറ്റ്സ് വേറെ ഉണ്ട് നിങ്ങൾക്ക് തരാനായിട്ട്. ഓ താങ്ക് യു സോ മച്ച്. ബി ഹിയർ. ഓക്കെ. പിങ്കി എവിടെ? സ്റ്റാർട്ടേഴ്സ് എത്തിയോ? ഇവിടെ അടുത്തെത്തി. ഡോണ്ട് വറി. ഓക്കെ. വിജയ് എന്നിങ്ങനെ ടെൻഷൻ അടുപ്പിക്കല്ലേ? എവിടെ എത്തി? എത്ര ടൈം എടുക്കും കറക്റ്റ്? പിങ്കി ഞാനൊരു 15 മിനിറ്റ്സിലെത്തും. ഓ മൈ ഗോഡ്. ഏത് റൂട്ടാ വരുന്നേ? പിങ്കി ഞാൻ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കാം. നല്ല ട്രാഫിക് ഉണ്ട്. തിരിച്ചു വിളിക്കാം. വിജയ് why you always late? Okay, I'll see you there. സാറേ അതൊരു വണ്ടി ഇടിച്ചിട്ട് നിർത്താതെ പോയതാ സാറേ. അത്യാവശ്യമായിട്ടൊന്ന് ആശുപത്രിയിൽ എത്തിക്കാം. ഇത് മിണ്ടുന്നില്ല. ഒന്ന് വേഗം. എന്ത് പരിപാടിയാണ് ഇങ്ങനെയാണ് ഒരു പ്രോഗ്രാം വരും. ഒരു 5 മിനിറ്റിലെല്ലാം എന്താ ഇങ്ങനെ ഒരു ഇവിടെ ഹോസ്പിറ്റൽ ഉണ്ടോ അറിയോ? ഇവിടുന്ന് 2 കിലോമീറ്റർ ഉള്ളൂ. ഇവിടെ അടുത്ത് തന്നെ. കുറച്ച് നേരമായി 5 മിനിറ്റ്സ്. ഇപ്പൊ എത്തും, ഇപ്പൊ എത്തിക്കാണും, ഇപ്പൊ എത്തിക്കഴിഞ്ഞു. ഇനി അതൊക്കെ തന്നെ പറയാറില്ലേ? ഇല്ല ഈ ഏരിയ ഇവിടെ അടുത്തെത്തി. എനിക്കിത് വേണം. ഐ ഡിസേർവ് ഇറ്റ്. ഐ നെവർ ടച്ച് ഇറ്റ്.
ഒന്ന് വേഗം വിടുവോ? വേഗം ആവട്ടെ. ഞാൻ ഇറങ്ങണ്ടല്ലോ. വേണം വേണം, ഞങ്ങളുടെ ക്യാഷ് ഒന്നുമില്ല. വാ വാ ഇറങ്ങും. വേഗം ക്യാഷ് ആണ്. ഹലോ എടോ യു സ്പോയിൽഡ് എവരിതിങ്. ഹലോ മേഡം. മേഡം മൊബൈൽ ഇവിടെ എനിക്ക് താഴെ കിടന്ന് കിട്ടിയതാണേ. സാറാ കൊച്ചിനും പൊക്കിലും ഇപ്പൊ താഴെ വീണതാണ് സാറേ ഈ ഫോണേ. ആരോ വിളിക്കുന്നുണ്ട്. വണ്ടി എടുത്ത് പറ്റി. ഒരു മിനിറ്റിനകം താൻ ഇങ്ങോട്ടേക്ക് എത്തില്ല, ഇവന്റെ കയ്യിൽ നിന്ന് പോകും. താനിനി ഒന്നും പറയണ്ട പ്ലീസ് പിങ്കി, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കാം. ഞാൻ എന്തിനാ താൻ എപ്പോഴും ഇങ്ങനെ ലേറ്റ് ആവുന്നേ? എക്സ്ക്യൂസ് മീ, ഇനി ഇവിടെ നിൽക്കണമെന്നില്ല, പൊക്കോളൂ. അവരുടെ വായിരിക്കുന്ന മുഴുവൻ ഞാൻ കേട്ടു. Uncle, I beg of you. I don't want to put you in a problem. നാണാവുന്നിട്ട് എനിക്ക്. ഐ തോട്ട് യു ഹാവ് സം ഇന്റഗ്രിറ്റി. ഇനി ഇവിടെ നിൽക്കണ്ട, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മനയിൽ തുറന്നു. ഇനിയിപ്പോൾ ഇതെൻ്റെ ഈഗോയാണ്. യു ക്യാൻ ഗോ. പരിചയമുള്ള ഒരാൾക്കും ബിസിനസ് കൊടുക്കരുത്. ബുൾഷിറ്റ്.